നിലമ്പൂരിന്റെ മനസ്സ് ആർക്കൊപ്പമാണ് എന്നറിയുവാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളൂ, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളൂ. കോൺഗ്രസിന് വേണ്ടി ആര്യടൻ ഷൗക്കത്തും ഇടതുപക്ഷത്തിന് വേണ്ടി എം സ്വരാജും കത്രിക അടയാളത്തിൽ PV അൻവറും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി മോഹൻ ജോർജും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് വേണ്ടി സാദിഖ് നടുത്തുടിയും എല്ലാവരും ഉൾപ്പെടെയുള്ള വൻ വാശിയേറിയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. നിലമ്പൂരിൽ ഇതുവരെ കാണാത്തത്ര രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിന്റെ നായകനാകുവാൻ ആർക്കാണ് യോഗ്യത എന്ന് നിലമ്പൂരുകാർ തീരുമാനിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഒരുപക്ഷെ നിലമ്പൂര് രണ്ട് മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ്. അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷത്തിന്റെ പരാജയം സർക്കാരിന്റെ പരാജയമാണ് എന്നുള്ളത് കൂടി വലതുപക്ഷം പറഞ്ഞു വെക്കുന്നുണ്ട്. 1,13,613 പുരുഷ വോട്ടർമാരും 1,18,740 സ്ത്രീ വോട്ടർമാരും 8 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടെ 2,32,361 വോട്ടർമാരാണ് ആകെ നിലമ്പൂർ മണ്ഡലത്തിലുള്ളൂ. ഈ നിലമ്പൂർ മണ്ഡലം 263 പോളിംഗ് സ്റ്റേഷനുകളായിട്ട് ഉള്ള ഈ വോട്ടെണ്ണൽ അല്ലെങ്കിൽ വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ ആരായിരിക്കും ഇതിന്റെ അവസാന ലാപ്പിൽ ഓടിയെത്തുക എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം 5-6 മാസങ്ങൾ കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മാറുവാനും മതി. ഇത് ഒരു പക്ഷേ പിണറായി സർക്കാരിന്റെ ഭരണത്തിനെ കുറിച്ചുള്ള വിലയിരുത്തലും കൂടിയായി മാറുവാനുള്ള, കേരള ജനതയുടെ മനസ്സിന്റെ ഒരു പ്രതികരണം കൂടിയായി മാറുവാനുള്ള ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പ് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രയും ഒരു സുധാകരനില്ലാത്ത കേരള KPCC പ്രസിഡന്റ് സുധാകരനില്ലാത്ത മാറ്റിയതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫലം എങ്ങനെയാണ് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്, ലീഗ്, കേരള കോൺഗ്രസ് മുന്നണികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയം വളരെ അനിവാര്യമാണ്. UDF ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ വിജയം വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് അരയും തലയും മുറുക്കിയായിരുന്നു പ്രചരണ രംഗത്ത് സജീവമായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി നിലനിന്നിരുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും നിലമ്പൂരുകാരനായ എം സ്വരാജിനെ വിജയിപ്പിക്കേണ്ടത് ഇടതുപക്ഷത്തിനും കൂടി വളരെ 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 ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ കൂടി വിജയിപ്പിക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ എം സ്വരാജിനെ ജയിപ്പിക്കേണ്ട ബാധ്യത ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിന്റെ മനസ്സ് ആർക്കൊപ്പമാണ് എന്നറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളൂ. നിലമ്പൂരുകാർ ആരെയാണ് തങ്ങളുടെ നായകനായി തെരഞ്ഞെടുക്കുക എന്നറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ. ഒരുപക്ഷെ മലയോര കർഷകരുടെ പ്രശ്നങ്ങളും അനവധിയായ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി PV അൻവർ കടന്നു നിന്നപ്പോൾ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമായി മാറുമ്പോൾ ചങ്കടിപ്പ് കൂടുന്നത് ഇരു മുന്നണികൾക്കുമാണ്. അതുകൊണ്ട് തന്നെ ഫലം എന്തു തന്നെയായാലും രണ്ടു കൂട്ടർക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. നമുക്ക് കൂടുതൽ വാർത്തകൾക്കായി www.politicalnews എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി പൊളിറ്റിക്കൽ ഐ ന്യൂസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.